ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഒരാളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആളുടെ പേര് കിച്ചു എന്നാണ്. കിച്ചു കിച്ചു ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പെറ്റാണ്, നമ്മുടെ ക്യൂട്ട് ക്യാറ്റ്. കാണുന്നവർക്ക് അത്ര ക്യൂട്ടൊന്നും ആയിരിക്കത്തില്ല, ഞങ്ങൾക്ക് ക്യൂട്ടാണ്. അപ്പം അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നവംബറിൽ ഈ ഭൂമിയിൽ പിറന്ന എന്നൊക്കെ പറയാം. അപ്പം ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ വീട് അവിടെ പോയപ്പോൾ ഇതുപോലെ അവിടെ നിന്ന് കൊണ്ടുവന്ന അവളെ. പിന്നെന്താ അവളെക്കുറിച്ച് പറയാൻ, ഞാൻ അവളെ വെച്ചിട്ട് ഇൻസ്റ്റഗ്രാമിൽ റീലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുപാട് നാളായി അവളെ കുളിപ്പിച്ചിട്ട്, എന്ന് വെച്ചാൽ മഴയല്ലായിരുന്നോ, മഴ കാരണം കുളിപ്പിക്കാനൊന്നും പറ്റുന്നൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇന്നത്തെ കാലാവസ്ഥ കുഴപ്പമില്ല, കുറച്ച് വെയിലൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാമേ, വെയിൽ കാണിച്ചു തരാം. വെയിൽ നല്ല തെളിഞ്ഞ കാലാവസ്ഥ. കുറച്ചേറെ നാളുകൾക്ക് ശേഷമായി നമ്മൾ കാണുന്നു സൂര്യനെ കാണാൻ പറ്റത്തില്ല വരുന്നുണ്ട്. എന്നാലും പെട്ടെന്ന് കണ്ടല്ലോ, വെയിൽ കണ്ടല്ലോ, നല്ല വെയിലുണ്ട്, വെട്ടിത്തിളങ്ങുന്ന വെയിൽ. അപ്പോൾ കണ്ടല്ലോ, അന്നേരം നമ്മൾ ഇന്നപ്പം കിച്ചുവിനെ കുളിപ്പിക്കാൻ പോവാണ്. അപ്പം ഇതിട്ടിട്ടാണ് കിച്ചുവിനെ കുളിപ്പിക്കാൻ പോകുന്നത്. അതെങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിക്കും. കെയർദം എന്ന് പറയുന്ന ഒരു പെറ്റിനുള്ള ഷാമ്പു ആണ് ഇത്. നമ്മളുടെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോവാ. ഇത് വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യമായിട്ട് ഇത് വെച്ചിട്ട് അവളെ കുളിപ്പിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 130 രൂപയാണ്, 130 രൂപ കേട്ടോ. പിന്നെ കിച്ചുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്നും അറിയാത്ത കാര്യമായിരിക്കും, അറിയാവുന്നവരും കാണും, അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. കിച്ചുവിനെ ഞങ്ങൾ ഇത് കണ്ടോ, മൃഗസംരക്ഷണ വകുപ്പിൻ്റെ റാബീസ് ഫ്രീ കേരള വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്. അപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതുപോലെ മൃഗാശുപത്രിയിൽ പോയപ്പോൾ, അവൾക്കിപ്പം 6 മാസം കണ്ടായിട്ടേ ഉള്ളൂ. മൃഗാശുപത്രി പോയപ്പം ഡോക്ടറാണെങ്കിൽ വിരയ്ക്കുള്ള മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം 2 ദിവസമായിട്ട് ഞങ്ങൾ വിരയുടെ മരുന്ന് കൊടുത്തു. അത് കഴിഞ്ഞ ദിവസം കൊണ്ടുപോയി അവൾക്ക് വാക്സിൻ എടുത്തു. അപ്പോൾ ഇതൊരു ചെറിയ ബുക്ക് പോലെ, ഇതിങ്ങനെ തുറക്കണം. കണ്ടു, വാക്സിൻ എടുത്തതിൻ്റെയാണ് ഈ കിടക്കുന്നത്. ഇത് നമ്മൾ അവിടെ പഞ്ചായത്തിൽ കൊണ്ടു കൊടുക്കാമെങ്കിൽ നമുക്ക് അവളെ വളർത്തുന്നതിനുള്ള ലൈസൻസ് കിട്ടും. മഴയൊന്നും കാരണം പോയിട്ടില്ല. അപ്പോൾ ഇന്ന് അതിനോട് പോയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം നമുക്ക് കിച്ചുവിനെ കുളിപ്പിച്ചിട്ട് വരാം. ഓക്കെ, കമോൺ. അപ്പം കിച്ചുവിനെ കുളിപ്പിക്കാൻ ഇവിടെ 2 അസിസ്റ്റൻ്റുമാരുണ്ട്. ഒരാൾ സൂര്യനാരായണൻ, ഞങ്ങൾ സ്വത്തോട് വിളിക്കും. വേറൊരാൾ സൂര്യ ബാലഭദ്ര, ഞങ്ങൾ ദേവുട്ടിന്ന് വിളിക്കും. അപ്പോൾ സ്ക്രീനിൽ ഇടയ്ക്ക് ഇവരെ 2 പേരും വന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കമോൺ, ഹാവ് എ നൈസ് ഡേ, ഗുഡ് മോർണിംഗ്. കമോൺ. ടാർജറ്റ് ചെയ്തയാൾ ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇവളെ കൊണ്ടുപോകണം, നമ്മൾ കുളിപ്പിക്കണം. ഇവളെ കുളിപ്പിച്ച് കഴിയുമ്പം ഇവളെ കാണുന്ന പോലൊന്നും ആയിരിക്കത്തില്ല. ഒട്ടും കാണത്തില്ല. ഇവിടെ പൂടയുടെ ആരോഗ്യവും കനവുമാണ് ഇവളെ കാണുന്നത്. ഇവിടെ വാല് കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കിച്ചു നമുക്ക് കുളിക്കാം, ബാ, കുളിച്ചിട്ട് വരാം, ബാ. ഞങ്ങൾ കുളിക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തേ ബാത്റൂമിനകത്തൊക്കെ കുളിപ്പിക്കുന്നതെന്ന്. കാര്യമുണ്ട്, ഇവളൊരു തവണ കിണറ്റി വീണിട്ടുണ്ടായിരുന്നു. അപ്പം കിണറ്റി വീണപ്പോഴേ നമ്മൾ എടുത്തു. പക്ഷെ അതിൽ പിന്നെ നമുക്ക് വെള്ളം പേടിയ, അതുകൊണ്ട് അവള് കുളിക്കാനൊന്നും നിന്ന് തരത്തില്ല. അപ്പൊ ഞങ്ങൾ കുളിക്കുന്ന വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. കുളിച്ച് കഴിഞ്ഞ് തോർത്തുന്ന വീഡിയോ ഒക്കെ കാണിച്ചു തരാം. കാരണം ഇവൾ ഇറങ്ങി ചാടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മളിപ്പം ഡോർ ലോക്ക് ചെയ്തിട്ടാണ് ഇവളെ കുളിപ്പിക്കാൻ പോകുന്നത്. അപ്പോ ഞങ്ങൾ എന്നാ കുളിച്ചിട്ട് വരാം. ബൈ ബൈ, ടാറ്റാ. കുളി കഴിഞ്ഞ് ആള് വിട്ടിരുന്ന കരയുക, പാവം, വെള്ളമൊക്കെ തേർത്തുകൊണ്ടിട്ട് നല്ല വിറയ്ക്കുന്നുണ്ട്. അപ്പൊ ആളെ തോർത്തെടുക്കണം. കിച്ചു ഷാമ്പു അങ്ങനെ ഉണ്ട്. കിച്ചു നോക്കിക്കേ, ആളത്ര നല്ല മൂഡിലല്ല. അപ്പൊ നമുക്ക് ആളെ തോർത്തി റെഡിയാക്കി എടുക്കാം. ഓക്കെ, ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ദേഹം വെയിലത്ത് പോയിരുന്ന് ഉണക്കുക. നമ്മൾ തോർത്തി കൊടുത്തിട്ടുണ്ട്, എന്നാലും അവൾ നക്കി എല്ലാം തുടയ്ക്കുക. ഇനി അവളുടെ ചെവിയുടെ താഴെയൊക്കെ പൂടയൊക്കെ പൊഴിയുന്നുണ്ട്. അപ്പം ഇനിയും അതിന് അവിടെ നിന്നൊരു മൃഗാശുപത്രിയിൽ നിന്നൊരു മരുന്ന് തന്നിട്ടുണ്ട്. അതപ്പം പച്ചെണ്ണയിൽ തേച്ചിട്ട് തൂക്കണമെന്നാണ് പറഞ്ഞത്. പിന്നെ അതുകൂടെ കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അതിന് മുന്നേ അവിടെ ദേഹമൊക്കെ ഉണങ്ങണം. അപ്പം ഉണങ്ങാൻ നമ്മൾ വിട്ടേക്കാണ്. അതുകൊണ്ട് നല്ല വെയിലത്ത് അസിസ്റ്റൻറ്റ് ഇപ്പോഴാണ് വരുന്നത്.
അസിസ്റ്റൻ്റ് അവളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ അതിൻ്റെ ഇടയിൽ കയറി എസ്കേപ്പായി ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അവൾ വന്നിട്ട് ദേഹമൊക്കെ എണ്ണയൊക്കെ തൂത്ത് കൊടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ. അപ്പോൾ ദേ നമ്മുടെ പൂച്ചക്കുട്ടി, നമ്മുടെ കിച്ചുക്കുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവൾ ദേ കുളിയൊക്കെ കഴിഞ്ഞു സുന്ദരി. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വാല എനിക്ക് ഇഷ്ടമെന്നുണ്ട്. വാല കണ്ടോ നിറയെ കൂടെ കണ്ടോ. കുളിച്ച് കഴിഞ്ഞപ്പോൾ ഇതൊരു കിച്ചുവായിരുന്നു. ഇപ്പം നമ്മൾ അന്നേരം പറഞ്ഞില്ല ഇവിടെ ഇവിടെ കൂടെ പൊഴിയുന്നുണ്ട്, ഇവിടുന്ന് കൂടെ ഇല്ല, അപ്പുറത്തും കൂടെ ഇല്ല. അപ്പോൾ ഇവളുടെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇങ്ങനൊരു വെള്ളപ്പൊടിയായിരുന്നു. എണ്ണയും തൂത്തിട്ട് ഇങ്ങനെ ഇവളുടെ ഈ കൂടെ ഇല്ലാത്തടത്തൊക്കെ തൂത്ത് കൊടുക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ പരിപാടിയിലേക്കാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തൂത്ത് നോക്കാം. ഇവളിങ്ങനെ ഇരിക്കുന്നെങ്കിൽ അത്ര നിസ്സാരക്കാരി ഒന്നും അല്ല കേട്ടോ. ഇവൾക്കൊരു ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ടിന്റെ പേര് ഡുണ്ടുനാണ്. ഡുണ്ടു. അവൻ ഇവിടെ ഒന്നും ഇല്ല, മഴയായതുകൊണ്ട് ഇറങ്ങിയില്ലെന്ന് തോന്നുന്നു. രാവിലെ ഇറങ്ങിയതാ. ഡുണ്ടുവിന്റെ വീട്ടിലാണ് ഞങ്ങളപ്പം പാല് വാങ്ങിക്കാൻ പോകുന്നത്. അപ്പൊ പാല് വാങ്ങിക്കാൻ ഞങ്ങൾ പോകുന്നുണ്ടല്ലേ, ഇവളും ഞങ്ങളിവിടെ വരും ഡുണ്ടുവിനെ കാണാൻ കേട്ടോ. ചിലപ്പോൾ അവരുടെ വീട്ടിലായിരിക്കും. പിന്നെ ഇവള് വലിയ ഉപദ്രവകാരി അല്ലാത്തത് കൊണ്ട് ഇവിടെ ഉള്ള എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരുടെയും വീട്ടിലൊക്കെ പോകും. ഇത്ര എടുത്തേ ഉള്ളൂ. അപ്പൊ നമുക്ക് വിടാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കിച്ചുവിന്റെ പരിപാടി. കഴിഞ്ഞു ഗൈസ്, കഴിഞ്ഞു. എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. ഹായ്.